ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കടല റോസ്റ്റ് ഉണ്ടാക്കിയാലോ. പുട്ടാണ് കോമ്പിനേഷൻ. അപ്പോൾ പുട്ടും കടലയും ഉണ്ടാക്കാം. പിന്നെ കടല ഇന്നലെ കുതിർത്ത് വെച്ചേക്കാണ്. അതിനോട്ട് അത് നകക്ക വെള്ളം ഒഴിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെക്കാം. കുക്കർ അടച്ച് ഒരു 5-6 വിസിൽ ആവുന്നവരെ വേവിക്കാം. റോസ്റ്റ് ചെയ്യാൻ ഒരു കടായി അടുപ്പത്ത് വെക്കാം. കുറച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കും. വെളിച്ചെണ്ണ ചൂടായി അതിലോട്ട് ഇത്തിരി കടുക്. കടുക് പൊട്ടുമ്പോൾ ഇത്തിരി പെരിഞ്ചീരകം, 2 വറ്റൽമുളക്, ഇത്തിരി കറിവേപ്പില, അതിലോട്ട് ഇത്തിരി തേങ്ങാക്കൊത്ത്, അതൊന്ന് ചെറുതായിട്ടൊന്ന് പച്ച മാറി വരട്ടെ. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ചതച്ച് വെച്ചതാണ്. ഒരു ചെറിയ കഷ്ണം വെച്ച് 2 ചെറിയ കുടം വെളുത്തുള്ളി ഇത് വിട്ടൊന്ന് അടക്കാം. 2 ചെറിയ സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക്, ലേശം ഉപ്പിടാം. അപ്പോൾ ഇതൊന്ന് എളുപ്പം മൂപ്പ് വരും. എന്നിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി തക്കാളി ഒന്ന് വെന്ത് വരും. 1 സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ഇട്ടിളക്കാം. 1 സ്പൂൺ മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് പച്ച മാറട്ടെ. കുറച്ച് ഗരം മസാല കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കുത്തി വെക്കാം. കടലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നൊരിത്തിരി വെള്ളം എടുത്ത് ഇതിലോട്ട് ഊറ്റി കഴിക്കും. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. നമുക്ക് ഇത് തുറന്ന് എടുക്കാം. ഇത് എല്ലാം നല്ലപോലെ വയന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നമുക്കതിലോട്ട് ആ കടല എണ്ണ ഇടാം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റായി വരട്ടെ. ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ കടല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി കറിവേപ്പിലയുടെ ഇട്ടൊന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. കടല റോസ്റ്റും പുട്ടും കൂടെ കഴിക്കാം. കടല റോസ്റ്റും പുട്ടും കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റി കടല റോസ്റ്റും പുട്ടും റെഡി.